ഇനി വേൾഡ് ഹിസ്റ്ററിയുടെ റെഫറൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിലും SCERT തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്, വളരെ മനോഹരമായിട്ട്. NCERTയുടെ 9th ക്ലാസ്സിലെ ചില ചാപ്റ്റേഴ്സൊക്കെ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, മനോഹരമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ SCERTയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തമിഴ്നാട് ബോർഡിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സോഴ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ ഈ വേൾഡ് ഹിസ്റ്ററിക്ക് കുറച്ച് ചോദ്യങ്ങൾ PSC എടുക്കുന്നുണ്ട്. മെഡീവലിന് എടുക്കുന്നേക്കാളും വേൾഡ് ഹിസ്റ്ററിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, PSC പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ മാസ്റ്ററിങ് വേൾഡ്, ഈ മോഡേൺ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് പല പുസ്തകങ്ങളുണ്ട്. അതുപോലെ നമുക്ക് വേറെയും ചില പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ പറയുന്നു ഈ ബുക്സ് തന്നെ SCERT അതുപോലെ NCERTയുടെ ബുക്സുകൾ വേണമെങ്കിൽ ഈ തമിഴ്നാടിൻ്റെ ബുക്സ് അത് തന്നെ പ്രിപ്പയർ ചെയ്താൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് GK സബ്ജക്റ്റുകളിൽ വരുന്നത് ജോഗ്രഫി പാർട്ടാണ്. ജോഗ്രഫി പാർട്ടിൽ നിന്ന് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനും പക്ഷേ ഏറ്റവും ബേസിക് സോഴ്സ് എന്ന് പറയുന്നത് SCERT തന്നെ. എല്ലാത്തിനും നമുക്ക് പറയാനുള്ള ഒരു ബേസിക് റിസോഴ്സ് എന്ന് പറയുന്നത് SCERT തന്നെയാണ്. SCERTയിൽ ഓൾമോസ്റ്റ് ഈ ടോപ്പിക്കുകളൊക്കെ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്യുന്ന ഭാഗങ്ങൾ അതിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻസ് വെർഷനിലേക്ക് ഒന്നുകൂടി പോകണമെങ്കിൽ നമുക്ക് NCERTയും കൂടി പറയേണ്ടത്. NCERTയുടെ +1 ബുക്സുകളുണ്ട്. ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, അതുപോലെ ഇന്ത്യ ഫിസിക്കൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ +1 2 ബുക്സുകളുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയെയും ഫിസിക്കൽ ജോഗ്രഫിയെയും മനോഹരമായിട്ട്, അതിൻ്റെ അപ്പുറം ഒരു റിസോഴ്സ് ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം. പിന്നെ അതുപോലെ ഈ ഹ്യൂമൻ ജോഗ്രഫിക്കും ഈ ഹ്യൂമൻ ജോഗ്രഫിയിൽ ഒരു ബുക്സ് +2 അതുപോലെ ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി എന്ന് പറഞ്ഞൊരു ബുക്സ് ഉണ്ട്. പക്ഷെ അതിൽ ചില സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ അത് നിർബന്ധമില്ല, അത് റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. കാരണം അവിടുന്ന് അത്ര ഡെപ്തിലുള്ള ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പക്ഷേ ഈ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്നും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പിന്നെ ജോഗ്രഫിക്ക് റെഫറൻസ് ആയിട്ട് സാധാരണ UPSC ആസ്പിരൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞ GC ലിയോങ്ങിൻ്റെ, ഗോച്ചൻ ലിയോങ്ങിൻ്റെ ഒരു ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻസ് ഇറക്കിയിരിക്കുന്ന ഒരു യെല്ലോ ബുക്സ് ഉണ്ട്. അതും ഇതുപോലെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ചില ഫിസിക്കൽ ജോഗ്രഫിയിലെ ചില പാട്ടുകൾ മനോഹരമായിട്ട് ഇമേജ് ചിത്രങ്ങളോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്, അതെടുക്കാം. പക്ഷേ അത് നിർബന്ധമുള്ളൊരു സംഗതിയേ അല്ല, അത് വേണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ SCERTയും NCERTയും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, NCERTയുടെ +1 മതി, +2 അത്ര ആവശ്യമുള്ള. ഇനി ടൈമൊക്കെ പക്ഷേ നമുക്ക് ടൈമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ 2 ബുക്സുകളിലും പിന്നെ SCERTയിലും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് മോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോഗ്രഫിയിൽ പറയേണ്ട മറ്റൊരു കാര്യം, ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സുകൾക്ക് പുറമെ നമ്മൾ ഉപയോഗിക്കേണ്ട നിർബന്ധമായിട്ടും എല്ലാവരും കൈവശം വെക്കേണ്ട ഒരു ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ഈ അറ്റ്ലസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സേഫാണ്. അത് ശരിക്കും ജോഗ്രഫിക്ക് മാത്രമല്ല, നമ്മൾ ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ചെടുക്കുമ്പോൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ അറ്റ്ലസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു അറ്റ്ലസ് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യുന്ന നല്ല ഒരു സ്റ്റാൻഡേർഡ് അറ്റ്ലസ് പർച്ചേസ് ചെയ്താൽ പല സബ്ജക്റ്റുകൾക്കും നമുക്ക് നമ്മൾ അറിയാതെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അറ്റ്ലസ് ഉപയോഗിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഓറിയന്റ് ബ്ലാക്ക് സ്വാൻ്റെതോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൻ്റെതോ അല്ലെങ്കിൽ സ്റ്റഡി ടുഡേൻ്റെതോ ഒക്കെ ആവാം, ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് പബ്ലിക്കേഷൻസിൻ്റെ ഉപയോഗിക്കും. ഇനി അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. എക്കണോമിക്സ് ആണ് പിന്നെ GK ടോപ്പിക്സിൽ വരുന്ന അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ നമുക്ക് SCERT തന്നെയാണ് ബേസിക് സോഴ്സ്. പിന്നെ അതുപോലെ NCERTയുടെ ഈ +1 എന്ത് ചെയ്യുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാ NCERT മൊത്തം വായിക്കണമെന്ന് വെച്ചാൽ വേണ്ട, സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിന്. അവിടെ ബജറ്റ്, എക്കണോമിക് സർവേ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ കേരള എക്കണോമിക് റിവ്യൂവിൽ വരുന്ന ചില സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നത് നമുക്ക് PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയയും കൂടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും എക്കണോമിക്സിന്. പിന്നെ അതുപോലെ ഈ ബേസിക് കൺസെപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ശങ്കർ ഗണേഷിൻ്റെ ഒരു പുസ്തകമുണ്ട്. ശങ്കർ ഗണേഷിൻ്റെ ഇന്ത്യൻ എക്കണോമി UPSC ഉദ്യോഗാർത്ഥികൾക്ക് അറിയുന്ന ഒരു പുസ്തകമാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സോഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് സിവിക്സിൻ്റെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പല ടോപ്പിക്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കിടക്കുന്ന ടോപ്പിക്സ് ആണ്. കാരണം അതിന് ഏറ്റവും ബേസ് SCERT വായിക്കുക,
പിന്നെ NCERT ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐഡിയ കിട്ടും. പിന്നീട് ഇന്ത്യൻ പൊളിറ്റിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന UPSC ഉദ്യോഗാർത്ഥികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ പൊളിറ്റി ബൈ M. ലക്ഷ്മികാന്ത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എഡിഷൻ ബുക്സ് വാങ്ങുന്നത് നമുക്ക് വളരെ സേഫ് ആയിരിക്കും. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ അപ്പുറം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളും അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. ഓക്കെ, UPSCക്ക് അത്ര മതി. അത് തന്നെ ഈ ലക്ഷ്മികാന്തിൻ്റെ ബുക്സ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചെടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഈ സിവിക്സിൽ ചില ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ടുള്ള മെറ്റീരിയലുകൾ ഡിപ്പെൻഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഈ ആക്ട്സുകളെ കുറിച്ച്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്സുകളെ കുറിച്ചിട്ട്, അതുപോലെ അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ, ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആണ്. എപ്പോഴും ഈ നമ്മുടെ ബെയർ ആക്ട്സ് തന്നെ, അതായത് ബെയർ ആക്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആക്ട്സുകളുടെയൊക്കെ ബെയർ ആക്ട്സുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. മറ്റൊരു ഭാഗം എന്നല്ല ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് അതിൻ്റെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ കറണ്ട് അഫയേഴ്സ് കൂടുതൽ കടന്നു വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ബുക്സുകളൊന്നും സജസ്റ്റ് ചെയ്യാനില്ല. ഇത് നമുക്ക് ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് റാങ്ക് ഫയലുകളെ റിപ്പൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പ്രത്യേകിച്ചും ഈ അവാർഡുകൾ, അതുപോലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഈ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ബുക്സുകൾ, ഇങ്ങനെ തുടങ്ങിയ അതിൽ കറക്റ്റ് സ്പെസിഫിക് ആയിട്ടോ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന നമ്മുടെ സിലബസിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ്. അതുപോലെ ഈ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ വരുന്ന ഈ ഒരു ഭാഗം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റാങ്ക് ഫയലുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ ഒന്ന് സേഫ്. പക്ഷേ റാങ്ക് ഫയലുകൾ ഡിപ്പെൻഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകളിലേക്കും കൂടി നമുക്ക് പോകാൻ കഴിഞ്ഞാൽ, അതുകൂടി ഒന്ന് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, ഇവിടെ കിട്ടുന്ന കറണ്ട് അഫയേഴ്സും റാങ്ക് ഫയല്, കറണ്ട് അഫയേഴ്സ്, സ്റ്റാൻഡേർഡ് വെബ്സൈറ്റുകളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ വേറെ മറ്റൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന വളരെ 5 മാർക്കിൻ്റെ ഭാഗമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അല്ല. ഇവിടെയും നമുക്ക് റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ NCERTയുടെ ഈ 11th സ്റ്റാൻഡേർഡിലെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സുകൾ നമ്മൾ വായിച്ചെടുത്ത് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഈ സിലബസിൽ പറയുന്ന അതേ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ആ ചാപ്റ്റേഴ്സുകൾ വായിച്ചു കഴിഞ്ഞാലും ഇതേ മോഡൽ, പിന്നെ റാങ്ക് ഫയലുകളും കൂടി ഇത് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ PYQ, ഇതിനൊക്കെ PYQ നോക്കണം. PYQ നോക്കുന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നീട് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിൻ്റെ മെയിൻസിന് അധികം തരാറ് ജനറൽ സയൻസ് ആണ്. പക്ഷേ പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് PSC KSൻ്റെ അതേ സിലബസ് ഇങ്ങോട്ട് എടുത്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സിലബസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുള്ളത്. അവിടെ നമുക്ക് SCERT NCERT ബുക്സുകളൊക്കെ ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ വായിക്കാമെങ്കിലും, ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. പ്രത്യേകിച്ചും ആ ടോപ്പിക്സിൽ തന്നിരിക്കുന്ന അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾ നമ്മൾ പഠിക്കണം. അതിനോടൊപ്പം ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഓൺലൈനാണ്. നമുക്കിവിടെ ഓരോ ടോപ്പിക്സിലും ഓൺലൈനായിട്ട് നമുക്ക് ഈ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ UPSC ഇതിലുള്ള ഒരുപാട് മെറ്റീരിയലുകൾ, കാരണം UPSCയുടെ സിലബസ് ഒരുപാട് പാട്ടുകൾ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് SCERT NCERTയുടെ സെലക്ട് ചാപ്റ്റേഴ്സ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ UPSCയിൽ നിന്നുള്ള വെബ്സൈറ്റുകൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളെയും കൂടി ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സ് ഇതിലല്ലേ എന്ന് വെച്ചാൽ ബുക്സ് ഉണ്ട്, പക്ഷേ അതിലേക്ക് പോവേണ്ട ആവശ്യമില്ല. മറ്റൊരു സ്റ്റാൻഡേർഡ് ബുക്സ് ഒന്നും നമുക്ക് വേണ്ട. റാങ്ക് ഫയലുകൾ, സെലക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ റാങ്ക് ഫയലുകളല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വെബ്സൈറ്റ് ആണ് ഏറ്റവും സേഫ് മോഡൽ.